5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു പ്രാങ്ക് കാളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു ചതി നടക്കുന്നത്. പ്രാങ്ക് കാൾ എന്ന് പറയുന്ന സംവിധാനത്തിൽ മറ്റൊരാളിനെ പേര് പറയാതെ വിളിച്ച് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വേറൊരാളിനെ പേര് പറയാതെ വിളിച്ച് കാര്യങ്ങൾ അവരെ ഒന്ന് ചൊടിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് അശ്ലീലമൊക്കെ പറഞ്ഞ് റീച്ച് കൂട്ടാനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് ഈ പ്രാങ്ക് കാളിൽ. അതൊരു എന്താ പറയുക, ഒരു മിസ് കാള് പിന്നെ അന്നൊക്കെ പറയുന്ന പോലെ പ്രാങ്ക് കാളാണത്. അങ്ങനെ നിരഞ്ജനയും അഞ്ജലി ആർജയും കൂടി പ്രാങ്ക് കാൾ വിളിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിളിച്ചപ്പോൾ ഈ ഒരു അശ്ലീല പദം ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ നിരഞ്ജനയാണ് ഉപയോഗിച്ചത്. നിരഞ്ജനയാണ് മെഹന്തി ഇടാൻ കുറിച്ച് ചോദിച്ചു, കയ്യിലിടൂ, മൂക്കിലിടൂ, ചെവിയിലിടൂ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് ഇടൂ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കാത്ത ഒരു ശരീരഭാഗം കൂടി ചോദിച്ചു. സാധാരണ നമ്മൾ അങ്ങനെ അത്തരം ഭാഗങ്ങളെക്കുറിച്ച് അങ്ങനെ പബ്ലിക്കായി പറയാറില്ല. അപ്പോൾ അത് സ്വകാര്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, കളിയാക്കിയൊക്കെ പറയും. പക്ഷേ പബ്ലിക്കായി നമ്മളൊരു വേദിയിൽ അത്തരം ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ല. അതൊരു അശ്ലീല പദം എന്നുള്ള നിലയിൽ പൊതുവായി നമ്മൾ പറയാത്ത ഒരു മാന്യത വച്ചിരിക്കുന്നു. അല്ല, ശരീരത്തിലുള്ളൊരു ഭാഗം തന്നെയാണ് അത് പറഞ്ഞതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാറില്ല. അപ്പോൾ അങ്ങനെ പറയാത്തൊരു സംസ്കാരമുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും നിരഞ്ജന എന്ന് പറയുന്ന ആർജയാണ് ഇത് ചോദിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വലിച്ചു കയറുന്നത് അഞ്ജലിയെയാണ്. അതെങ്ങനെയാണ് ശരിയാവുക? ചോദിച്ചത് നിരഞ്ജനയല്ലേ. എന്നാൽ അഞ്ജലി എന്ത് ചെയ്തു? അഞ്ജലി വന്നിട്ട് വീഡിയോ ചെയ്തു. ഞാനല്ല, എൻ്റെ കൂട്ടുകാരിയാണ്, ഞാനല്ല എന്ന് പറയണ്ട, അപ്പോൾ കൂട്ടുകാരി ഒറ്റ കൊടുക്കുന്നതാവും. മറിച്ച് എന്നോടൊപ്പമുള്ള കൂട്ടുകാരിയാണ് പറഞ്ഞത്. അവൾ നിരഞ്ജനയെ കൊണ്ട് മാപ്പ് പറയിച്ചില്ല. അവിടെ അഞ്ജന വേറൊരു ഗോൾ അടിച്ചു. എന്താ ഗോളെന്നറിയാവോ? ഇതിലൂടെ ഒരു പബ്ലിസിറ്റി, ചീപ്പായി വന്നാലും അതിലൊരു പബ്ലിസിറ്റി സാധ്യത ഉണ്ടെന്നേ. കാരണം എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നു, നമ്മളും അത് ചെയ്യുന്നു. പക്ഷേ അപ്പോൾ അഞ്ജലി കളിച്ചൊരു കളി എന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം, തെമ്മാടിത്തരമാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം കയറി ഏറ്റെടുത്തു. നിരഞ്ജനയ്ക്ക് കിട്ടേണ്ടിയിരുന്നൊരു ഗോൾ അഞ്ജലി കൊണ്ടുപോയി. അല്ലെങ്കിൽ നിരഞ്ജനയായിരുന്നല്ലോ ഇത് ചാനലിലൊക്കെ വരേണ്ടതും ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ടതും. അവർക്കൊരു പ്രസിദ്ധി കിട്ടുമായിരുന്നു. അതിനെ കളിച്ചു വെച്ചു അഞ്ജലി. ഇതാണ് സോഷ്യൽ മീഡിയ. ഞാൻ അഞ്ജലി ചെയ്തതിനെ തെറ്റും ന്യായവും ശരി ഒന്ന് നോക്കാനല്ല പറഞ്ഞു. പക്ഷേ ഇതാണ് സോഷ്യൽ മീഡിയ. നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ ഒരു കാര്യം പറയും, മറ്റൊരാൾ അതിൻ്റെ ഗോളടിക്കും, വേറൊരാൾ അതിനെക്കുറിച്ച് കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറഞ്ഞും നുണ പറഞ്ഞും കുണ്ടണി പറഞ്ഞുമൊക്കെ പോകുന്ന ഒരു സംവിധാനമായിട്ടാണ് സോഷ്യൽ മീഡിയ മാറിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുക. രണ്ടുപേർ ഇരിക്കുന്നു, അതിൽ രണ്ടുപേർ, അഞ്ജലിയും നിരഞ്ജനയും എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഇരിക്കുന്നു. അതിൽ നിരഞ്ജന ചോദിക്കുന്നു, അതിൽ അപ്പുറത്ത് നിൽക്കുന്ന കേട്ട ഫോൺ കാൾ കേട്ട അങ്ങേ തലയ്ക്കുള്ളവർക്ക് അത് പരാതി പറയുന്നു, അവർ അത് കേസാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഇരുന്ന് പറയാത്ത ആൾ ഏറ്റെടുക്കുന്നു, പറയാത്ത അഞ്ജലി ഇത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല രസകരമാണ്. നമുക്ക് കേൾക്കാനും പഠിക്കാനുമൊക്കെ പുതിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. എന്തായാലും ആർജെമാരായാലും സോഷ്യൽ മീഡിയയിൽ വരുന്നവരായാലും ഭാഷ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് കിടക്കും. ഇപ്പോൾ അഞ്ജലിയും നിരഞ്ജനയും കൂടി ആ വീഡിയോ, അവർ അപ്ലോഡ് ചെയ്ത വീഡിയോ വിഡ്രാ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റ് വീഡിയോക്കാരെടുത്തിട്ട്, ഓൺലൈൻകാരെടുത്തിട്ട് അവരെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ അതിൻ്റെ ഇടയിൽ കൂടി അവരത് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിപ്പോഴും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ വളരെ സജീവമായി നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോറത്തിൽ ഒരു വിഷയം ഇട്ടാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പിൻവലിച്ചാൽ പോലും അതിനിടയിൽ ആരെങ്കിലും കാണുമെങ്കിൽ അവർ അത് സേവ് ചെയ്ത് വെക്കുകയും പിന്നെ അവർ തരേണ്ട പണി തന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യാൻ. ഇതൊരു ഇരുതല ഉള്ള ഒരു വാളാണ് സോഷ്യൽ മീഡിയ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. പക്ഷേ നമുക്ക് ആവേശം വരുമ്പോൾ നമ്മുടെ നാവ് കയറി പിഴയ്ക്കും. നാവിൽ സരസ്വതി വിളയാട്ടം നടക്കുന്നതിന് പകരം വികട സരസ്വതി വിളയാടും. അങ്ങനെ വിളയാടുമ്പോൾ നമ്മൾ പറയാത്തതും പറയാത്തതും ഒക്കെ പറയും. പിന്നെ നമ്മുടെ കൈകൊണ്ട് എഴുതുമ്പോഴും നമുക്ക് അങ്ങനെ. KM ഷാജഹാനും ഇങ്ങനത്തെ അബദ്ധം പറ്റി. VD സതീശനുമായി നിൽക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ ഇട്ടിട്ട് കുറച്ച് പിന്നെ വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ചില കേസും പ്രശ്നങ്ങളൊക്കെ പോയി. അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കുക. എന്തായാലും നിരഞ്ജന ചെയ്ത പ്രവൃത്തിക്ക് അഞ്ജലി ഗോളടിച്ചു. നിരഞ്ജനയ്ക്ക് ആ ഗോൾ കൊടുക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി, ആ ആർജെ കൂടി പ്രശസ്തിയാവുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ജോലി ചെയ്തതൊരാൾ, പ്രശസ്തി വേറൊരാൾ, അങ്ങനെ പല രൂപത്തിലാണ് പോകുന്നത്. നമുക്കറിയാം, അടി കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. ഇതാണ് നമ്മുടെ ലോകം.